നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ അതിമനോഹരമായ സ്ഥലം കണ്ടാലോ? അത് ഏതാണെന്ന് അറിയണ്ടേ? ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് 27 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തുമ്പച്ചി കുരിശുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിമനോഹരമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല കാറ്റും എന്താ പറയുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, അവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളെ കാണാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഫുൾ ക്ലാരിറ്റിയിലും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇടുക്കി ജില്ലയിലുള്ള തുമ്പച്ചി കുരിശുമല കയറാൻ പോവുകയാണ്. അതാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ കുരിശുമലയിലേക്ക് പോകാം. നമ്മളങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സൈഡിൽ നല്ല അടിപൊളി ചെടിയൊക്കെ ഉണ്ട്. ഇതാണ് തുമ്പച്ചി കുരിശുമലയിലേക്കുള്ള കവാടം. ഇവിടുന്ന് മുതലാണ് കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ ഒരു യേശു ഗസ്തീനോസിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. നമ്മളിനി മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയില്ലേ, നോക്കി, മൊത്തം മരങ്ങളാണ്. ഇതാട്ടോ ഒന്നാം സ്ഥലം. അങ്ങനെ കുത്തിനുള്ള കയറ്റാട്ടോ. അയ്യോ, മടുത്തു. ഇതേ കൂടെ ഒരാളുണ്ട്, ഒരു ട്രൈപ്പാഡൊക്കെ പിടിച്ചിട്ട്. എൻ്റെ കൂടെ പേര് ബിബിൻ എന്നാണ്, ബിബിൻ വിൻസെന്റ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. തോമാസ്ലിഗയാണ്. പിന്നെ തിരി കത്തിക്കാനുള്ള സ്ഥലം ഇവിടെയാണ്. കുരിശും പള്ളിയും മേളിലാണ്. പിന്നെ ഇവിടെ നല്ല ഭംഗിയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ അടിപൊളി കാഴ്ചയാണ്. നല്ല വെയിലാണേ, നല്ല തലമുടിയെ കരിഞ്ഞു പോവും. പക്ഷേ നല്ല കാറ്റുമുണ്ട്, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇതുണ്ടോ ഇടുക്കിയുടെ ഒരു ഭംഗി, ഒരു മനോഹാരിത, മലനിരകൾ, പിന്നെ മൊത്തം പച്ചപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് നേരെ മുകളിലോട്ട് പോകാം. കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും കാൽവരി കുഞ്ഞിന്മേൽ എൻ പേർക്കായി ചിന്തിനി. കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും. ഇതാണ് തുമ്പച്ചി കുരിശുമലയിലെ പള്ളി. നമുക്കിനി മേളിലോട്ട് പോവാം. അവിടെയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ.
കുരിശിന്റെ വഴിയിലെ 13ാമത്തെ സ്ഥലം. അവിടെ ഈശോയെ മാതാവിന്റെ മടിയിൽ കിടത്തുന്ന സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ആ കാഴ്ച ഒന്ന് കാണാം. തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. ഇതാണ് മാതാവിന്റെ മടിയിൽ ഈശോയെ കിടത്തിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചങ്ക് തകർന്നു പോലെ നമുക്ക് വേണ്ടി. പിന്നെ അതെ, മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഈശോയുടെ ശരീരത്തിൽ മൊത്തം ബ്ലഡ്. എല്ലാം കൊണ്ടും മനോഹരമാണല്ലേ ഈ വർക്കുകളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ 14ാം സ്ഥലത്തോട്ട് പോവാം. അവിടെയാണ് ചാപ്പലും എല്ലാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചാപ്പലും കുരിശിൻ്റെ വഴിയിലെ 14ാമത്തെ സ്ഥലവും. ഇങ്ങോട്ടാണ് കല്ലറയിലോട്ട് വഴി. ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോവാൻ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കൈയിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ മിന്നിൽ ഞാൻ കാണും എന്റെ പായേ, കാണും എന്റെ പായേ ആ കുഞ്ഞാടെ. ഇതാണ് ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചിരിക്കുന്നത്. ഇതാണ് യോനാ പ്രവാചകനെ തിമിംഗലം വിഴുങ്ങിയത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞിട്ട് താഴെ പിറവി ഗുഹയുണ്ട്. ആ ഗുഹയിലോട്ട് പോവാം. ഇതാണ് പിറവി ഗുഹയിലെ ഉണ്ണീശോയും യൗസപിതാവും മാതാവും ആട്ടിടയന്മാരും. നമുക്ക് ഇനി മൊത്തത്തിലൊന്ന് കാണാം. അങ്ങനെ തുമ്പിച്ചി കുരിശുമലയിലെ അതിമനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.